നമസ്കാരം. ഞാൻ അമ്മു ഓസേപ്പച്ചൻ, സദർ അക്കാഡമി ഫോർ നാട്യ ആൻഡ് ഡാഗയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ. വിജയദശമി കഴിഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാവരും തന്നെ കുട്ടികളെ ഓരോ സ്ഥലത്ത് നൃത്തത്തിനും സംഗീതത്തിനും എല്ലാം ആയിട്ട് കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അവരുടെ പലപ്പോഴും നമ്മളുടെ പാരന്റ്സിനോട് എന്റെ അനുഭവമാണ്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ജോയിൻ ചെയ്യിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയാണ്, കുട്ടി നന്നായിട്ട് ചെറുപ്പത്തിലെ 3.5 വയസ്സുള്ള കുട്ടി നന്നായിട്ട് പാട്ട് കാണുമ്പോൾ, ടി വിയിൽ പാട്ട് കാണുമ്പോൾ നന്നായിട്ട് ഡാൻസ് അതിന്റെ കൂടെ കളിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ടാണ് ഞങ്ങള് കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലര് പറയും അവർക്കൊരു അടക്കവും ചുറ്റുമൊക്കെ വരണം, അതുകൊണ്ടാണ് എന്ന് പറയും. പിന്നെ വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി അതിന്റെ കൂടെ ചിലർ ചേർക്കും. അത് ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളെ റിയൽ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് ഒരു ഇച്ചിരി നമുക്ക് ഒരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. ഞങ്ങൾക്ക് വലിയ നർത്തകിയാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഡാൻസ് പഠിപ്പിക്കുന്നത്. അങ്ങനെ നർത്തകിയാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ശാസ്ത്രീയ നൃത്തം കളിക്കുന്ന ഒരു ശാസ്ത്രീയ നർത്തകി എന്ന് പറയുന്നത് അത്രയങ്ങ് കണ്ട് സിമ്പിൾ അല്ല. നർത്തകിയാക്കാനല്ല എന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിൾ അല്ല. എന്തു തന്നെയാലും പല കാരണങ്ങളാണ്. ചിലവര് പറയും എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് എന്റെ കുട്ടി പഠിക്കട്ടെ. ഇങ്ങനെ പല കാരണങ്ങളാണ്. ഈ പല കാരണങ്ങളും കൊണ്ടും നിങ്ങൾ കൊണ്ട് ഇപ്പൊ കുട്ടികളെ നൃത്തം പഠിപ്പിക്കാനായിട്ട് ചേർത്തിട്ടുണ്ടാവും. ഇത്രയും ഇൻട്രസ്റ്റ് കണ്ട് ഇത്രയും കാരണങ്ങളും കൊണ്ട് കൊണ്ടുവന്നാക്കുന്ന നിങ്ങൾ തന്നെ പലപ്പോഴും ഒരു വർഷത്തിനുള്ളിൽ തന്നെ, ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ കുട്ടിയുടെ നൃത്തത്തിന്റെ ക്ലാസ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യിപ്പിക്കും. അതായത് അവരുടെ നൃത്തം അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും വളരെ നിസ്സാര ദിവസത്തിനുള്ളിൽ. എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ മറ്റ് രസകരമായ മറ്റൊരു കാര്യമാണ്, കുട്ടിക്ക് ഭയങ്കര മടിയാണ് കുട്ടിക്ക് എന്നുള്ള ഒരു കാരണം. സ്കൂളിൽ പോവാൻ ഈ കുട്ടികൾ മടി പറയാറുണ്ട്. നിങ്ങൾ പാരന്റ്സ് എന്നെങ്കിലും അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ? എന്നെങ്കിലും അതിന്റെ കൂടെ അന്നാ മോള് പോകണ്ട അല്ലെ മോൻ പോകണ്ട എന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നൃത്തത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ആ മടിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അതിനുള്ളൊരു കാരണം എന്താന്ന് വെച്ചാൽ, കുട്ടികളെ കൊണ്ട് നടക്കാനായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളിൽ ഒരു മടി വരുന്നുണ്ട്. നിങ്ങൾ പോലും അറിയാണ്ട്. മിക്കവാറും ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ഒക്കെ ആയിരിക്കും ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് ആക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിൽ തന്നെ പതുക്കെ ഒരു മടി, കൊണ്ടുവന്ന് ആക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും കുട്ടി പോണില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രണ്ട് കാരണം, കുട്ടിയുടെ മടിയും നിങ്ങളുടെ മടിയും കൂടി ആവുമ്പോ നിങ്ങൾ ഈ പറഞ്ഞ ഇത്രയും കാരണങ്ങളും കൊണ്ടും ഇത്രയും ഇൻട്രസ്റ്റ് തോന്നിയിട്ടും സ്കൂളിൽ മടി പറഞ്ഞിട്ടും തള്ളിവിടുന്ന നിങ്ങൾ തന്നെ നൃത്തത്തിന്റെ കാര്യം വരുമ്പോ ഉടനെ അവിടെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്യിപ്പിക്കും. അപ്പൊ നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നശിപ്പിച്ച് കളയുന്നത്? നിങ്ങൾ ശരിക്കും ചിന്തിക്കാനുള്ള കാരണമാണ്. ഇനി മടി പറയുമ്പോൾ നിർത്തി കളയുമായിരുന്നെങ്കിൽ ഞാൻ അതിലേറെ മടി, എന്റെ ജീവിതം തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയ മെസ്സേജും. ഞാൻ നല്ല മടിച്ചിയായിരുന്നു. ചെറുപ്പം മുതലേ എനിക്ക് ഡാൻസ് കളിക്കുക, അത് ശാസ്ത്രീയ നൃത്തം കളിക്കുക എന്ന് പറയുന്നത് കൈയും കാലൊക്കെ വേദന എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെയേറെ മടി ഉണ്ടായിരുന്ന ആളാ. എന്റെ അപ്പനും അമ്മയും അതിന്റെ പിന്നാലെ കമ്പൽ ചെയ്തത് കൊണ്ട് തന്നെയാണ്. ഇപ്പൊ ചിലർ പറയും നമ്മൾ പിള്ളേരെ അവരുടെ ഇൻട്രസ്റ്റിന് വിടണം, കമ്പൽ ചെയ്യാൻ പാടില്ല. എന്നാൽ സ്കൂളിൽ വിടുന്നത് നിങ്ങൾ നിർത്ത്, അതും കമ്പൽ ചെയ്യണ്ട. അപ്പൊ നിങ്ങൾ ശരിക്കും ഒന്ന് ചിന്തിക്കൂ. നിങ്ങൾ കാരണം പറഞ്ഞ് നിങ്ങളുടെ കുട്ടിയുടെ ഭാവി നശിപ്പിക്കുക. അതെന്തുകൊണ്ട്? പഠനം സ്കൂളിൽ പോകുന്ന ഒരു അത്യാവശ്യ ഘടകമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് കൊണ്ട് കമ്പൽ ചെയ്യുന്നു. നൃത്തം നിങ്ങൾക്കൊരിക്കൽ പോലും ഒരു അത്യാവശ്യ ഘടകമായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് കമ്പൽ ചെയ്യുന്നില്ല എന്നതാണ് ശരിക്കുമുള്ള സത്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കൂ. ശരിക്കും നൃത്തം പഠിപ്പിക്കേണ്ടത് അത്യാവശ്യ ഘടക. എന്തിന്? ഇപ്പോ മൊബൈൽ കൊടുത്താൽ മാത്രമേ കുട്ടികൾ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് നേരെ നോക്കി നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ ഒരു തലമുറേനെ നമ്മൾ അഭ്യസിപ്പിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, അവർക്ക് നേരെ നോക്കി ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ണിങ്ങനെ നേരെ പിടിച്ച് ഇങ്ങനെ ഒറ്റൊരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവരിങ്ങനെ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവും. അപ്പൊ അതുകൊണ്ട് ഇത്രയും നമ്മളൊരു ചിട്ടയിൽ വരുത്താൻ നോക്കുന്നു എന്നതാണ് കാര്യം. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ നോക്കുന്നതാണ് ശാസ്ത്രീയ നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ചിന്തിക്കൂ. അവർക്കൊരു ശ്രദ്ധ കൂടാനും അവരൊരു ഫിസിക്കായിട്ടുള്ള ഒരു കാര്യത്തിൽ അവരൊരു ഫിസിക്കൽ ഒരു ഹെൽത്തിന് വേണ്ടിയിട്ടും പിന്നീട് ഭാവിയിൽ അതൊരു മെന്റൽ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെയായിട്ട് ഇത്രയും ഗുണങ്ങൾ ചെയ്യുന്ന ശാസ്ത്രീയ നൃത്തം
അത്യാവശ്യ ഘടകം തന്നെയാണ്. നിങ്ങളുടെ അറിവ് കുറവാണ് ആ മക്കളുടെ നല്ലൊരു ഭാവിനെ, നല്ലൊരു കാര്യത്തിനെ നിങ്ങൾ നശിപ്പിച്ചു കളയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചിന്തിക്കണം, എന്തുകൊണ്ടാണ്, എന്തിനാണ് നിങ്ങളിത് നിർത്തിക്കളയുന്നത്. അത്യാവശ്യ ഘടകം തന്നെയാണ് ശാസ്ത്രീയ നൃത്തം എന്ന് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കണം. ഇനി ഇതെല്ലാം കിട്ടണമെങ്കിൽ, ഇതിന്റെ ക്വാളിറ്റി കിട്ടണമെങ്കിൽ നല്ല ഗുരുക്കന്മാര് പഠിപ്പിക്കണം. അല്ലാതെ ടൈം പാസിന് വേണ്ടിയോ പോക്കറ്റ് മണിക്ക് വേണ്ടിയോ നൃത്തം പഠിപ്പിക്കുന്നവ ഒരു ശാസ്ത്രീയ നൃത്ത അധ്യാപികനെ അല്ല നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനത്തെ ഡാൻസ് ടീച്ചറാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടോ? എന്നാൽ ഇപ്പോ ഇവിടെ കേരളത്തിൽ നിങ്ങൾ എങ്ങനത്തെ അധ്യാപകരെയാണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ടുപിടിക്കുന്നത്, എന്നാൽ എങ്ങനത്തെ ഗുരുക്കന്മാരെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്ന ഒരു ചർച്ചയുമായി അടുത്ത ദിവസം ഞാൻ നിങ്ങളുടെ മുൻപിൽ വരും വരെ നന്ദി, നമസ്കാരം.